എന്താ ഇത്? ഇവിടെ അന്നോടാ സംഭവം? ഇതെന്റെ അനിയൻ തന്നെയാണോ? ഓ ഗോഡ്, ബോസ് ആള് കൊള്ളാലോ. ഞാൻ വിചാരിച്ച പോലെയല്ല. ആള് പുലി തന്നെ. അല്ല, എനക്കൊരു ഡൗട്ട്. ഇത് കണ്ടിട്ട് ഇവളെന്താ വീഴാത്തെ? ഞാൻ ആദ്യം പറഞ്ഞില്ലേ നിനക്ക് കരുനാക്കുണ്ടെന്ന്. ഇപ്പൊ തെളിഞ്ഞടാ, നിനക്ക് ശരിക്ക് കരുനാക്കുണ്ട്. ദാടാ വീണ് കിടക്കുന്നു. എന്റെ കർത്താവേ, ഞാൻ നന്നായി കാണേ. പുലി പോലെ വന്നത് ഇത് എലി പോലെ കിടക്കുന്നു. എടാ ഇങ്ങോട്ട് വാടാ, ആ എലീനെ പിടിച്ച് പൊക്കടാ, അല്ലെങ്കിൽ അതിന് ഹാർട്ട് ബ്രേക്കും പിടിച്ച് ഇപ്പൊ ചാവും. എടാ ജാക്സ, നോക്കിക്കടാ, എന്നെ പോയി കൊണ്ടോടാ. താൻ എന്താണ് കാണിച്ചേ? തനിക്ക് വല്ല ബോധമുണ്ടോ? ഇല്ലെങ്കിൽ ഓ, ഒന്നും അറിയാത്ത പോലെ നിൽക്കുക. നീ പറയുന്നതായിട്ട് എനിക്ക് ഇവിടെ വല്ല ബോംബ് പൊട്ടിയൊന്നും ഇവിടെ അതിന് മാത്രമൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. പിന്നെ എനക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ ചെയ്യും. എനക്കപ്പോൾ അങ്ങനെ ചെയ്യണം തോന്നി, അതുകൊണ്ട് ഞാൻ ചെയ്തു. അല്ലാതെ വേറൊന്നുമല്ല. പിന്നെ ഇതിനെപ്പറ്റി ഇവിടെ ഒരു സംസാരം വേണ്ട. ഓക്കെ, ഗെറ്റ് ഔട്ട്. എടാ അത് സാരമില്ല, അത് വിട്ടേക്ക്. അതെ, ഇവള് പറയുന്നത് സത്യം. ഏഞ്ചലിനെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അങ്ങനെ ചെയ്തിരിക്കും. സാരില്ല, ഞങ്ങൾ മറന്നുകളാ. രക്ഷപ്പെടാൻ എന്തൊക്കെ മാർഗമുണ്ട്. എന്നിട്ട് ബോസിന് ഏതാ കിട്ടിയുള്ളൂ? എനിക്ക് മറക്കാൻ പറ്റുന്നുണ്ടോ? സാരല്ലടാ, ബോസ് അല്ലേ. പിന്നെ ഈ ബാഡ് വൈബ് മാറ്റി കൂൾ വൈബാക്കാൻ വേണ്ടി നാളെ ഒരു സംഭവം ഉണ്ട്, അറിഞ്ഞോ? നാളെ പാർട്ടിയാ. ശരിക്കും? ഓ, പാർട്ടിയാ. എന്റെ മോളെ, നാളെ പൊളിക്കണം. പിന്നെ പേഴ്സണൽ സെക്രട്ടറി കുട്ടി, നീ വരണം. നീ വരാണ്ട് നാളെ ഒരു പാർട്ടിയില്ല. ഓക്കെ, സെറ്റ്. അത് പിന്നെ എനിക്ക് വരാൻ മടിയാണ്. പക്ഷെ എനിക്കറിയാലോ. അത് ശരി, ഇനി വരണം. ഇതാദ്യമുള്ള പാർട്ടിയല്ലേ, പിന്നെ നീ എന്താണ് ഇങ്ങനെ ചാട കാണിക്കുന്നത്? ഒന്നുവാ, നീ നിർബന്ധിച്ചാലൊന്നും അവള് വരൂല. ഓൾക്ക് ഇങ്ങനത്തെ കാര്യം ഇഷ്ടമില്ലടാ. പാർട്ടി അതൊന്നും നമുക്ക് തീരെ ഇഷ്ടമില്ല. അതുകൊണ്ടാ. ഓ ചിമ്മിക്കുട്ടി, അത് നിന്റെ കുഴപ്പം തന്നെ. ഓൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നീ ആളെ കൊണ്ടോണ്ടേ? അത് നിന്റെ ഉത്തരവാദിത്തല്ലേ. ഞങ്ങളെല്ലാം ആണെങ്കിൽ പിടിച്ചു കൊണ്ടുപോകും, എന്നിട്ട് എങ്ങനെയെങ്കിലും ആക്കും. അതാണ് ഞങ്ങൾ ഉദ്ദേശം. അതുകൊണ്ട് ഇന്ന് അവളെ പിടിച്ച് റെഡിയാക്കി നീ കൊണ്ടുതരണം. ഞാനോ? ഇവള് നീ വിചാരിക്കുന്ന പോലെ ഒന്നല്ല, വേറെ സാധന. ഞാൻ തന്നെ അവളെ പഠിച്ച് കൊണ്ടുവരണം നിർബന്ധമാണോ? നിർബന്ധമാണ്. ഇതെന്നെ കൊണ്ടുതരണം. മൈ ഡിയർ തേക്കുട്ടി, എടാ ഒന്ന് പാട്ടിക്കേരോ ചക്കരയില്ലേ? ഞാൻ നിനക്ക് ഒരു കുട്ടി വേണം പ്ലീസ്. എനിക്ക് ചിച്ചിട്ട് പോയില്ലേ? എന്തുവാ ഒരു ആക്ടിങ് എന്ന് പറഞ്ഞാൽ കുറച്ച് മയത്തിലായിരിക്കണം. ഇതെന്തെന്ന് ഓവർ ആക്ടിങ്ങാ? അതൊന്നുമല്ല, ഓവർ ആക്ടിങ്. എന്നെ പോലെ ഇനി ആക്ടിങ് ചെയ്യണ്ട, ഞാൻ വരാം. ഓക്കെ, ദാറ്റ്സ് മൈ സോൾമേറ്റ്. എങ്ങനെയുണ്ട്? കണ്ട് പാടി. ഇവിടെ ഒരു സോൾമേറ്റ് ഉണ്ട്. ഒന്നിനൊരു ഉപകാരമില്ലാത്ത സാധനം, യൂസ്ലെസ്. ഓ, യൂസ്ലെസ് എന്നെ പറ്റിയാണോ തോന്നുന്നു. എന്റെ സോൾമേറ്റ് ആരാ? അയാളെ പറ്റി തന്നെയാ പറഞ്ഞത്. എടാ മോനെ, ആ മൊഞ്ചത്ത് കുട്ടിയല്ലേ വരുന്നത്? എങ്ങനെയുണ്ട് വർക്കൊക്കെ? ഫുഡ് എടുക്കാൻ മാമി, അത് കൊണ്ടുവന്ന് കേട്ടോ. ഓ താങ്ക് യു അമ്മ. ഓക്കെ മൈ ക്യൂട്ട് ഗേൾ, വെൽക്കം. ആരാണ് ഈ ക്യൂട്ട് ബ്യൂട്ടിഫുൾ ഗേൾ? എന്റെ സ്വപ്നത്തിലെ എന്റെ മകന്റെ വൈഫിയായി വരും. ചെടിക്ക് അതിമുഖം. ഷോ ഗോഡ്, 50 ചിഞ്ചിൻ്റെ ആക്കടി തള്ളാളെ കൊള്ളാലോ. വെള്ളം ഇപ്പം തന്നെ ശ്രവിച്ചെടുത്ത് കോച്ച് കാർലി. അമ്മ ഇന്ന് സ്റ്റാഫ്സിനെയൊക്കെ ഉറപ്പിച്ചിട്ട് ഇറങ്ങും. അമ്മേ ഇങ്ങ് വാ. എടാ കൊച്ചേനെ, ഞാൻ ആ കൊച്ചിനോട് കുറച്ചും കൂടി സംസാരിച്ചോട്ടെ? എനിക്ക് എന്താ? എടാ മോനെ, ആശ്വാസമായി. പ്രണയം മുഖം പോയി. എടി അതാരും നിങ്ങളെ, എന്നാൽ അമ്മയല്ല, അതെനിക്കറിയാം. പിന്നെ നിങ്ങളെ മോനെന്താ കളിച്ചോ?
മാത്രല്ല അത് മനസ്സിലായല്ലോ. പിന്നെ ഞങ്ങൾ ആൻറ്റി അത് ഞങ്ങൾ പിന്നെ മകനും മകളായിട്ടാണ് സ്നേഹിക്കുന്നത്. ഞങ്ങൾ അങ്ങനെ തന്നെ. പിന്നെ മകൻ ഉദ്ദേശിച്ചത് ഇവിടുത്തെ സ്ത്രീയാണ്. വാട്ട്? അപ്പോ